ഉപതിരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂരിൽ നാളെ ജനവിധി അറിയാം. അവസാന നിമിഷങ്ങളിലും കൂട്ടിക്കിഴിക്കലുകളിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. മത്സരം കടുത്തതായതുകൊണ്ട് തന്നെ ആരും അത്ര വലിയ ആത്മവിശ്വാസത്തിൽ അല്ല. 4 പഞ്ചായത്തുകളിൽ മേധാവിത്വം ഉണ്ടാകുമെന്ന് LDF കണക്കുകൂട്ടുന്നു. 7 പഞ്ചായത്തുകളിൽ ലീഡ് ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് UDF. മലയോര മേഖല കൈയൊഴിയില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പ്. എന്നാൽ 75,000-ൽ കൂടുതൽ വോട്ട് ലഭിക്കുമെന്ന് പറഞ്ഞ PV അൻവറിന് ഇപ്പോൾ അത്ര വലിയ ആത്മവിശ്വാസം ഇല്ല. അതുതന്നെയാണ് ജയം. PV അൻവർ എന്ത് ചുക്ക് ചെയ്യും? 2000 വോട്ട്, 3000 വോട്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 5000 വോട്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ 7000 വോട്ട്, ഇപ്പോൾ ഒരു 10,000-ലേക്ക് ഇങ്ങനെ ഞെരുങ്ങി എത്തി നിൽക്കുകയാണ്. നിലമ്പൂരിലെ ജനവിധി ആർക്കൊപ്പം എന്നറിയാൻ ഇനി കാത്തിരിപ്പ് ഒരു നാൾ മാത്രം. അവസാന നിമിഷങ്ങളിലും കണക്കുകൂട്ടലിലാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. കേന്ദ്രസേന, സംസ്ഥാന സായുധ സേന, സംസ്ഥാന പോലീസ് എന്നിവയുടെ നേതൃത്വത്തിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിന് 14 ടേബിളുകളും പോസ്റ്റൽ ബാലറ്റ്, സർവീസ് വോട്ട് എന്നിവ എണ്ണുന്നതിന് 5 ടേബിളുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. 29 വീതം കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർമാർ തുടങ്ങിയവരെ നിയോഗിച്ചിട്ടുണ്ട്. വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ആകെ 123 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിനായി നിയോഗിച്ചിരിക്കുന്നത്. ജനം, നിലമ്പൂർ.